ഓരോ സീനിലും സസ്പെൻസ് മൂഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന വിഷ്വൽ ട്രീറ്റ്മെന്റ്, തിയേറ്റർ എക്സ്പീരിയൻസിനെ കൂടുതൽ ഇന്റൻസ് ആക്കുന്ന ഹൊറർ മൊമെന്റ്സ്. അതിന് കൂടുതൽ സ്ട്രെങ്ത് പകരുന്നത് അമന്റെ വിഷ്വൽസ്, MR രാധാകൃഷ്ണന്റെ ഓഡിയോഗ്രാഫി, കിഷൻ മോഹന്റെ സൗണ്ട് ഡിസൈൻ, ഗോപി സുന്ദറിന്റെ സംഗീതം എന്നിവയാണ്. വൈശാഖ് റെഡ്ഡി നായകനാവുന്ന ചിത്രത്തിൽ 3 നായികമാരാവുന്നു. അതോടൊപ്പം പ്രിയതാരങ്ങളായ ജോയ് മാത്യു, സിന്ധു വർമ്മ എന്നിവർ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവരെയും അരൂപിയുടെ ഓഡിയോ ആൻഡ് ട്രെയിലർ ലോഞ്ചിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആദ്യം തന്നെ സംവിധായകനെ സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ ആരംഭിക്കാം. ഒരു സിനിമയുടെ പിന്നിൽ ഒരാളുടെ സ്വപ്നവും വർഷങ്ങളായിട്ടുള്ള അനുഭവവും കഠിനാധ്വാനവും ഉണ്ടാവും. 2003 സിനിമാ രംഗത്തേക്ക് കടന്നു വന്ന പ്രശസ്ത സംവിധായകൻ TV ചന്ദ്രന്റെ പാഠം 1 ഒരു വിലാപം എന്ന ചിത്രത്തിലൂടെ തന്റെ സിനിമാ യാത്ര ആരംഭിച്ച വ്യക്തിയാണ് നമ്മുടെ സംവിധായകൻ. തുടർന്ന് T.N. ശിവകുമാർ, M. പത്മകുമാർ സർ, മേജർ രവി തുടങ്ങി നിരവധി പ്രമുഖ സംവിധായകരോടൊപ്പം പ്രവർത്തിച്ച അദ്ദേഹം ഒരു സംവിധായകൻ മാത്രമല്ല, കഴിവുറ്റ ഒരു സിനിമാറ്റോഗ്രാഫർ കൂടിയാണ്. ദേശീയ തലത്തിൽ ജേർണലിസ്റ്റിലും പ്രവർത്തിച്ച അദ്ദേഹം 1.5 വർഷത്തോളം നാഷണൽ ജോഗ്രഫിക്കിലും പ്രവർത്തിച്ചിട്ടുണ്ട്. മനോരമ, മെട്രോ വാർത്ത തുടങ്ങിയ മാധ്യമ സ്ഥാപനങ്ങളിലൂടെ തന്റെ ജേർണലിസ്റ്റിലുള്ള സാന്നിധ്യവും അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അരൂപിയുടെ കഥ, തിരക്കഥ, സംഭാഷണം കൂടാതെ തന്നെ സിനിമയുടെ ഒരു ആത്മാവ് തന്നെ അദ്ദേഹം രൂപപ്പെടുത്തിയതാണെന്ന് നമുക്ക് പറയാം. അപ്പൊ അദ്ദേഹത്തിനെ സ്വാഗതിച്ചതിന് മുമ്പ് പ്രത്യേകം അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെയുള്ള നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾക്ക് ഒരു പ്രത്യേക സ്വാഗതവും നന്ദിയും കൊടുക്കണം. കാരണം നിങ്ങളിൽ ഒരാളാണ് അദ്ദേഹം. മെട്രോ വാർത്തയിലൂടെ, മനോരമയിലൂടെ ഒക്കെ അദ്ദേഹം കടന്നു വന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി സമയങ്ങളുണ്ട്. ഏറ്റവും നിറഞ്ഞ കൈഡിയോടുകൂടി അരൂപിയുടെ സംവിധായകൻ ശ്രീ അഭിലാഷ് വാര്യനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ക്ഷണിക. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ നിൽക്കുന്നതുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എൻ്റെ പ്രൊഡ്യൂസർ തന്നെയാണ്. പ്രൊഡ്യൂസർ ഇല്ലെങ്കിൽ ഞാനിവിടെ ഇരിക്കില്ല. കാരണം പുള്ളിയാണ് നമുക്ക് വേണ്ട എല്ലാം സപ്പോർട്ട് ചെയ്തത്. പ്രൊഡ്യൂസറിനെ ഞാനിപ്പോൾ വളരെ എൻ്റെ ദൈവപ്പോലെ ഞാൻ കാണുന്നത്. കാരണം അദ്ദേഹം എന്നൊരു വ്യക്തി ഇല്ലെങ്കിൽ നമുക്ക് അരൂപി എന്ന പടം ഇവിടെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ വിനീതമായ ആവശ്യത്തിൽ പ്രതിവേട്ടനോട് നന്ദി, പിന്നെ മഞ്ജു ചേച്ചിയോട് നന്ദി. പിന്നെ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന പ്രമുഖ വ്യക്തികളെല്ലാവരും നിങ്ങൾക്ക് അറിയാം. ഞാൻ പ്രത്യേകിച്ച് എല്ലാവരും അനൗൺസ്മെൻറ്റ് ചെയ്യേണ്ട. എൻ്റെ ഗുരുസ്ഥാനീയനായിട്ടുള്ള മരിച്ചുപോയ ദീപൻ സാറ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫാമിലി വരുന്നു പറഞ്ഞിരുന്നു, പക്ഷേ അവർക്ക് വരാൻ പറ്റിയില്ല. പിന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്മകുമാർ സാറാണ്. പുള്ളിയും പുള്ളിയുടെ വൈഫ് കൂടെ എത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ സിന്ധുര ചേട്ടൻ, അതുപോലെ തന്നെ AK സാറ് വന്നിട്ടില്ല. പിന്നെ എല്ലാമായിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും വളരെ വ്യക്തമായ ഒരു ഗൈഡൻസും തന്നത് നമ്മുടെ സെഞ്ച്വറി പിക്ചേഴ്സിനുള്ളതായ കൊച്ചുമൻ സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുള്ളിയുടെ മാനേജറും കൂടെ വന്നിട്ടുണ്ട്. നമസ്കാരം. പിന്നെ നമ്മുടെ പത്മകുമാർ സാറിനെയും വൈഫിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രതിവേട്ട, പ്ലീസ് കം ദ സ്റ്റേജ്. സിന്ധുരാജേട്ട, പ്ലീസ്. പിന്നെ നമ്മുടെ എല്ലാമായ പ്രതിവേട്ടൻ്റെ അമ്മയെ ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. പിന്നെ അഞ്ജലി, പ്ലീസ് കം. പിന്നെ നമ്മുടെ സിനിമയുടെ ഒരു ഭാഗമായ സിദ്ധു വർമ്മ, പ്ലീസ് കം. അപ്പം എല്ലാവരെയും ഞാൻ വിളിക്കുന്നില്ല, നമുക്കിവിടെ കുറച്ച് സ്ഥലങ്ങൾ കുറവായതുകൊണ്ട് എല്ലാവരും എന്നോട് ക്ഷമിക്കണം. പിന്നെ വൈശാഖ്, സ്നേഹ, സാക്ഷി, പ്ലീസ് കം ദി സ്റ്റേജ്.
Vaishnavi Sangwa, please come stage. അപ്പോൾ എല്ലാവരും എത്തി. നമുക്ക് ആശീർവാദത്തോടെ, എല്ലാവരുടെയും ആശീർവാദത്തോടെ നമുക്ക് ദീപം തെളിയിക്കാം. എല്ലാവരും അനുഗ്രഹിക്കുക പ്ലീസ്. ഭദ്രദീപം. ആദ്യ തിരിതെളിക്കുകയെത്തിയ കാർത്തിക് സർത്ത് അമ്പേക്ഷരിക്കുകയാണ്. തീർച്ചയായും നമ്മുടെ അമ്മമാരുടെ അനുഗ്രഹമാണ് ലെക്ചർ വേണ്ടത്. ഒരു തുടക്കത്തിലൊക്കെ നമ്മുടെ അതിഥിയായി പ്രൊഡ്യൂസർ ശ്രീ പ്രദീപ് സർ എപ്പോഴാണ് ആദ്യത്തിൽ തെളിയിക്കുന്നത്. ഓരോ തിരി തെളിയിക്കുമ്പോൾ നല്ലൊരു ക്ലാപ്പ് തന്നുകൊണ്ടൊരു സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മളിവിടെ സാക്ഷിയാവുന്നത് അനൂപിയുടെ ഓഡിയോ ട്രെയിലർ ലോഞ്ച് ഫംഗ്ഷന്റെ ഇനോഗ്രേഷൻ മാത്രമല്ല, പുനർത്തം പ്രൊഡക്ഷൻസ് മലയാള സിനിമാ രംഗത്തേക്ക് ഈ സിനിമയിലൂടെ കടന്നെത്തുകയാണ്. എന്റെ ലോഞ്ച് കൂടിയാണ്. അടുത്തതായി നീല സാക്ഷി സിതങ്ങി. പുള്ളിക്കാരി ഹിന്ദിക്കാരി ബ്രോയിൽ ആദ്യം അറിയില്ല. To say hello with Neha and Sakshi ki like have two heroines in the movie, Neha Chavla and Sakshi. അടുത്ത തിരിതെളിക്കുന്നതിന് വേണ്ടി പാസ്മയും മഞ്ജുരയും ക്ഷണിക്കുന്നു. ആസ്നാജോ പ്ലീസ്. ഇനി ലാസ്റ്റ് തിരിതെളിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സംവിധായകനെ സ്വാഗതം ചെയ്തു. Thank you. With that, the function is inaugurated. ഇതിനെക്കുറിച്ച് നമ്മൾ ചെറിയൊരു വീഡിയോ ഒരുക്കിയിട്ടുണ്ട്. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. Ladies and gentlemen, it's an absolute honor to introduce a visionary leader whose journey seamlessly blends business excellence with a deep commitment to humanity. Sri Pradeep Raj, the driving force behind Pilekana again തന്റെ കരിയർ ആരംഭിച്ചത്. വെറും 3 ശമ്പളത്തിൽ ഒരു എക്സിക്യൂട്ടീവായി തുടങ്ങിയ യാത്ര പിന്നീട് അദ്ദേഹത്തിന്റെ ഡെഡിക്കേഷനും ഹാമിലേക്കാണ് again തന്റെ കരിയർ ആരംഭിച്ചത്. വെറും 3 ശമ്പളത്തിൽ ഒരു എക്സിക്യൂട്ടീവായി തുടങ്ങിയ യാത്ര പിന്നീട് അദ്ദേഹത്തിന്റെ ഡെഡിക്കേഷനും നമസ്കാരം. സിനിമാ ലോകത്തെ മഹത് വ്യക്തികളുടെ മുമ്പിൽ നിന്ന് സ്വന്തം സിനിമയെപ്പറ്റി ഈ പ്ലാറ്റ്ഫോമിൽ നിന്നും പറയാൻ സാധിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിച്ചില്ല. എൻ്റെ പല സുഹൃത്തുക്കളും, ഇവിടെയുള്ള പല സുഹൃത്തുക്കളും അത്ഭുതത്തോടെയാണ് നോക്കുന്നത് എന്നാണ് സിനിമ എടുത്തതെന്ന്. അതിൻ്റെ ആൻസർ നിമിത്തം എന്ന് പറയാം. സത്യം പറഞ്ഞ ഒരു സിനിമയെ കണ്ടു, സിനിമയെ സ്നേഹിച്ചും സിനിമയിൽ ഇൻവോൾവ് ചെയ്ത് സിനിമയുടെ കൂടെ കരയുകയും ചിരിക്കുകയും വില്ലൻ ഒരടി നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്ന കാലമുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ കൂടെ സ്വന്തമായിട്ടൊരു സിനിമ എടുക്കും, അല്ലെങ്കിൽ സിനിമയുമായിട്ട് ഇത്ര ഇൻവോൾവ് ആയിട്ട് സിനിമ മേക്കിങ്ങിൽ പെടുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിച്ചില്ല. താങ്ക്സ് ടു അഭിലാഷ് വാര്യ. അഭിലാഷും വൈസായിട്ടിൻ്റെ കൂട്ടുകെട്ടുകൊണ്ട് അവരുടെ
സിനിമ ചെയ്യാനുള്ള അവരുടെ ഇഷ്ടം, അവതരണ ശൈലി, ഡെഡിക്കേഷൻ, ഹാർഡ് വർക്കിംഗ്, ആ ഒറ്റ കാര്യം കൊണ്ടാണ് ഇന്ന് ഈ സിനിമ കംപ്ലീഷനായി അതിൻ്റെ മ്യൂസിക് ലോഞ്ചിലേക്ക് എത്തിയിട്ടുള്ളത്. ദൈവത്തിന് നന്ദി. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാ മഹത് വ്യക്തികൾക്കും ആദ്യമായിട്ട് മനസ്സിലുണ്ട് ഞാൻ എല്ലാവർക്കും ഓരോ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഇതുപോലുള്ള ഒരു പുതിയ സിനിമാ ലോകത്തെ ആദ്യമായിട്ട് സിനിമ എഴുതുന്നതും പലരും കണ്ടിട്ടില്ലാത്ത വ്യക്തികളുമായിട്ടുള്ള ഒരു സിനിമാ സംരംഭത്തിന് സപ്പോർട്ട് ചെയ്യാൻ വന്ന വ്യക്തികളുടെ മനസ്സിനെ ഞാൻ ഹാർദവമായിട്ട് നന്ദി പറയുന്നു. താങ്ക് യു. അരൂപി ഒരു വ്യത്യസ്തമായ സ്റ്റോറി ടെല്ലിംഗ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റു സിനിമകളെ അപേക്ഷിച്ച് ഏതെങ്കിലും രീതിയിൽ ഒരു വ്യത്യസ്തത കൊണ്ടുവരണം, മറ്റു സിനിമകളിൽ കാണാത്ത രീതിയിൽ എന്തെങ്കിലും കൊണ്ടുവരണം എന്നൊരു ആഗ്രഹം കൊണ്ട് ചെയ്ത ഒരു സിനിമയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ രീതിയിൽ അഭിലാഷ് മാക്സിമം അത് ശ്രമിച്ചിട്ടുണ്ട്. അത് നാളെ സിനിമയിൽ മറ്റുള്ളവർ കാണുമ്പോൾ അത് അംഗീകരിക്കുമെന്ന് ഞങ്ങൾ മനസ്സുകൊണ്ട് വിശ്വസിക്കുന്നു. നന്നായി വരുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു സിനിമയ്ക്ക് പ്രത്യേകിച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് മിസ്റ്ററി സ്റ്റോറീസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. BGM-ഉം മ്യൂസിക്കും ചെയ്തിരിക്കുന്നത് ഗോപി സുന്ദർ, നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ ഗോപി സുന്ദറാണ് ചെയ്തിരിക്കുന്നത്. 3 നല്ല സോങ്സ് ഇതിലുണ്ട്, പാട്ടുകളുണ്ട്. ഹരിശങ്കറും സുധി, ഭദ്ര എന്നിവരെ കൊണ്ട് പാടിയിരിക്കുന്ന 3 വ്യത്യസ്തമായ 3 നല്ല പാട്ടുകളുണ്ട്. നിങ്ങൾക്ക് ഏവർക്കും അത് ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു ഗോപി സുന്ദർ, അദ്ദേഹത്തിന് നിന്ന് വരാൻ പറ്റി. ഓഫ് കോഴ്സ് ജോയ് മാത്യു, കിരൺ രാജ് and everybody, thank you so much for trusting us and coming on board with us and supporting us, spending time with us. A difficult task, പലപ്പോഴും ടൈമിംഗ് വൈസും ഷെഡ്യൂളിംഗ് വൈസും വ്യത്യാസമായിരുന്നു. ഞങ്ങളുടേതായിട്ടുള്ള കൺസ്ട്രെയിൻസ് ഉണ്ടായിരുന്നു. അതിനെല്ലാം ഞങ്ങളുടെ കൂടെ നിന്നതിന് each and everyone, thank you so much. I sincerely appreciate. Thank you once again. സർ പ്ലീസ് ലോഗോ റിവീലിലേക്ക്, ലോഗോ ലോഞ്ചിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അതിലേക്കായി വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു. മലയാള സിനിമയ്ക്ക് ഒരുപാട് ഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ച് സെഞ്ചുറി പിക്ചേഴ്സിനെ സാർ കൊച്ചുമോൻ സാറിനെ നിറഞ്ഞ കൈയോടുകൂടി പുനർക്കം പ്രൊഡക്ഷൻസിന്റെ ലോഗോ ലോഞ്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ക്ഷണിക്കുന്നു. അപ്പൊ അങ്ങനെ രണ്ട് വാക്ക് സർ ലോഞ്ചിലേക്ക് എടുത്തിന് മുമ്പ് എന്നൊക്കെ സംസാരിക്കണം റിക്വസ്റ്റ് ചെയ്യാണ്. എവരിബഡി, ഉണർദം പ്രൊഡക്ഷൻസിൻ്റെ ആദ്യമായിട്ട് ഞാൻ എല്ലാ ആശംസകളും അയ്യോമി പടത്തിലൂടെ ഇൻഡസ്ട്രി വരിക, നല്ല നല്ല പടങ്ങൾ എഴുതാനും വിജയിപ്പിക്കാനും അവർ കഴിയട്ടെ. ഞാൻ ഒരു 4-5 മാസം മുമ്പാണ് പ്രദീപുമായിട്ട് പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് സിനിമയിലുള്ള പാഷനാണ് അങ്ങേപ്പുറത്ത്. കൊച്ചുനാളും അതിൻ്റെ ആ പാഷൻ മനസ്സിൽ വെച്ച് നടന്നിട്ടാണ് ഈ ഒരു പടമെടുക്കാൻ അങ്ങനെ തീരുമാനിക്കും. അദ്ദേഹം പറഞ്ഞ മാതിരി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ സപ്പോർട്ടും ഇതിന് ഈ പ്രൊജക്റ്റിനും ഈ സിനിമയ്ക്ക് കിട്ടിയത് തന്നെ വലിയൊരു കാര്യമുള്ള കാര്യം തന്നെയാണ്. എല്ലാവിധ ആശംസകളും ഞാൻ ഇതിന്. കൂടാതെ അഭിലാഷിനെ ഞാൻ ഈയിടെ മദ്രാസിൽ ഒരു സ്ഥലത്ത് വെച്ച് കാണാനിടയായി. അപ്പോൾ അദ്ദേഹം എന്നെ കണ്ടു വന്നു, എന്നോട് പറഞ്ഞു ഞാൻ ഈ പടത്തിൻ്റെ തമിഴ്നാട് ഡിസ്ട്രിബ്യൂഷന് വേണ്ടി വന്നതാണ്. അതിൻ്റെ ആൾക്കാരെ മീറ്റ് ചെയ്യാനും ഈ പടം തമിഴ് ഡബ് ചെയ്യാനും കൂടെ വന്നിരിക്കുക. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ ഒരു ഹാർഡ് വർക്ക് ഈ ഈ പ്രൊജക്റ്റിന് ഫുള്ളി ഇൻവോൾവ് ആയിട്ടാണ് ഈ പടം തീർത്തിച്ചത് മനസ്സിലായി. കാരണം സാധാരണ ഡയറക്ടർമാരൊന്നും ഈ ഡിസ്ട്രിബ്യൂട്ടറെ തപ്പിയിലെ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ഒരു കൊലാബില്ല പ്രൊഡ്യൂസറുടെ ജോലി. പക്ഷേ അദ്ദേഹം അവിടെ നിന്ന് അവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടറെ കത്ത്
ഇത് തമിഴ്നാട്ടിലും റിലീസ് ഉണ്ടെന്ന് തോന്നുന്നു സൈമൾട്ടേനിയസ്. അപ്പോൾ അതിനോടുള്ള ഒരു പാഷനും ആ പടം ഈ പ്രൊജക്റ്റിനും ലോഗോ ലോഞ്ചിലേക്ക് കിടക്കാം. അപ്പോൾ അത് റിമോട്ട് ചെയ്തുകൊണ്ട് നിർവഹിക്കണമെന്ന് കുറച്ച് ക്ഷണിക്കുന്നു. എല്ലാവരും കയ്യിലേ വളരെ ലോഞ്ച് ചെയ്യുമ്പോൾ Ladies and gentlemen, this private guest transmitted for you. പുനർ ഖനബുട്ട് നേരത്തെ പറഞ്ഞതുപോലെ പൊബിസ്മരാണ് സംഗീത പുള്ളിക്കിരിക്കുന്ന പ്രേക്ഷകരൊക്കെ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിദ്ധുരാജ് സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം തന്നെ അഞ്ജലിയെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കല്യാണി, പ്ലീസ് കം. സിന്ധു വധു, പ്ലീസ്. തീർച്ചയായും ഒരു സിനിമയുടെ ഇമോഷൻ പ്രേക്ഷകരിലേക്ക് ഏറ്റവും ആഴത്തിൽ എത്തിക്കുന്നത് തീർച്ചയായും അതിന്റെ സംഗീതവും സൗണ്ട് എക്സ്പീരിയൻസ് ഒക്കെയാണ്. അപ്പൊ നമുക്ക് അരൂപിയുടെ ഓഡിയോ ലോഞ്ച് ഒരു CD കൊണ്ട് നമ്മൾ ശിവ സർ, പ്ലീസ് കം. നമ്മുടെ വിസ്താരയിൽ എല്ലാവരും ചേർന്നുകൊണ്ട് ആ ഒരു CD അൺവെയിൽ ചെയ്തുകൊണ്ട് നമ്മുടെ ഓഡിയോ ലോഞ്ച് ഓഡിയോ ലോഞ്ച് നിർവഹിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. So ladies and gentlemen, of the much awaited moment of the evening, the audio launch of അലു ഗോപിചന്ദ്രന്റെ സംഗീതത്തിൽ ഒരുക്കിയ അരൂപിയിലെ മനോഹര ഗാനങ്ങളുടെ ഒരു CD റിലീലാണ്. We already have the audio launch of Arupi. From the production Cinemanovary, so we have Pinwitcher, Blanche Valley, Smith, Arupi play. Okay. 1, 2, 3 മ്യൂസിക്കിന്റെ ശരത്തിനെ ഞാൻ ഈ വേദിയിലേക്ക് ഈ സമയം വിളിക്കുന്നു 2 വാക്ക് സംസാരിക്കുന്നതിനായി. നമ്മള് 1, 2, 3 ശരത്, പ്ലീസ് കം. നിങ്ങൾ ഒന്ന് സ്റ്റേജിലേക്ക് വരാൻ താങ്ക് യു. സന്തോഷമുണ്ട്. എന്നെ വൈശാഖാണ് ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചത്. വൈശാഖായിട്ട് വളരെ അടുത്ത സുഹൃത്താണ്. മാത്രമല്ല ഒരു കുടുംബമായിട്ട് വൈശാഖിൻ്റെ അമ്മ എൻ്റെ സ്റ്റുഡൻ്റാണ്. വൈശാഖിൻ്റെ സിസ്റ്റർ എൻ്റെ മരുമകളുടെ ടീച്ചറാണ്, ഡാൻസ് ടീച്ചറാണ്. അങ്ങനെ എല്ലാം കൊണ്ട് ഒരു കുടുംബ കാര്യമായിട്ട് എനിക്കിവിടെ തോന്നുന്നത്. എന്തായാലും എനിക്ക് വൈശാഖ കുറച്ച് ഹിൻ്റെല്ലാം തന്നിരുന്നു സിനിമയെപ്പറ്റി. അപ്പോൾ തന്നെ എനിക്ക് തോന്നിയത് ഒരു വ്യത്യസ്തമായ സിനിമയാണ്. പാട്ടുകളും സിനിമയുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു വ്യത്യസ്തത എന്ന പുതുമയുണ്ട്. ഇത് ഉറപ്പായിട്ടും വിജയിക്കും. ഞാൻ അവിടെ നിന്നിട്ടേക്കും പെട്ടെന്ന് ആലോചിച്ചാൽ ഞങ്ങൾ പണ്ട് ചെയ്ത ഒരു സിനിമയായിട്ട് ഇതുപോലെ ഹൊറർ പ്ലസ് കോമഡി ആകാശഗംഗ ഭയങ്കര വിജയമായിരുന്നു. അതിനേക്കാളൊക്കെ വിജയമായിട്ട് ഇത് മാറും എന്ന് നല്ല ഉറപ്പുണ്ട്. പ്രത്യേകിച്ചും ഡയറക്ടർ പറഞ്ഞ പോലെ എന്ത് ഒരു സിനിമ ഇവിടെ വരെ എത്തണമെങ്കിൽ എൻ്റെ പ്രൊഡ്യൂസർ വിചാരിക്കാതെ നടക്കില്ല. അതൊരു പ്രാന്തെന്ന് പറയണ്ട. അങ്ങനെയുള്ള കുറേ പ്രാന്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളെക്കൊല്ലം ആളുകൾക്ക് ജീവിക്കാൻ പറ്റൂ. മാത്രമല്ല സിനിമ പ്രേമികൾക്ക് സിനിമ കാണാനാണ് നമ്മുടെ സംസ്കാരം വളരുന്നത്. അപ്പം അങ്ങനെയുള്ള ഇദ്ദേഹത്തിന് പ്രദീപ് സുരാജിന് ഒരുപാട് ഇനിയും വ്യത്യസ്തമായ സിനിമകൾ ഉണ്ടാക്കാൻ ദൈവം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം അഭിലാൽ വാര്യർ വളരെ ഗംഭീര കലാകാരനാണ്, എനിക്കറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ, അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററും എല്ലാ കാര്യങ്ങളും മികച്ചതാകും ആണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഇതിൻ്റെ അണിയർ പ്രവർത്തകരും എല്ലാവരും വളരെ മികച്ചതാണ്. ഗംഭീരമായ ഒരു സിനിമയാകുമെന്ന് നല്ല ഉറപ്പുണ്ട്. നിങ്ങളത്
കൈ നീട്ടി സ്വീകരിക്കുക, തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്ന് ആശംസിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ട്രെയിലർ ലോഞ്ച് ആണ് അടുത്തതായിട്ട്. ഒരു പഴയ മന, കുറെ ദുരൂഹ സാഹചര്യങ്ങൾ, 2 കാലഘട്ടങ്ങൾ, ഡബിൾ ട്രൈപ്പാൻസ്, ഇതൊക്കെ പറയുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു ആകാംക്ഷയും എക്സ്പെക്ടേഷൻ ഒക്കെ അതിലേക്ക്. അപ്പോൾ നമുക്ക് ചിത്രത്തിന്റെ ട്രെയിലർ ഒന്ന് കണ്ടായിരുന്നു. അപ്പോൾ ട്രെയിലർ ലോഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ഹുബൈനിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നത്. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തൽ നിന്നും ആവശ്യമില്ലാത്ത പ്രിയ നിർമ്മാതാവ് ശ്രീ ഈസ്റ്റൻ സ്റ്റീഫൻ ആമിലെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രൈഡറാണ്. അത് വളരെ വേണ്ടപ്പെട്ട തിരക്കിടയിൽ വന്നതാണ് നമുക്ക് വേണ്ടിയിട്ട്. വളരെയധികം സന്തോഷമുണ്ട്. ഇതിലെ നിർമ്മാതാവ് പ്രദീപ് ആക്റ്റീവായിട്ട് സിനിമ ഇൻഡസ്ട്രിയിൽ കടന്നു വരികയാണ്. നമ്മൾ വെൽക്കം ചെയ്യുകയാണ്. സീ ഫുഡ് എക്സ്പോർട്ട് ബിസിനസ് ആണ്. അതിൽ നിന്നുണ്ടാക്കിയ കുറച്ച് പൈസ മലയാള സിനിമയിലേക്ക് ഇമ്പോർട്ട് ചെയ്തേക്കുക എന്നുള്ളത് കരുതിയാണ്. അപ്പോൾ ഇതൊരു വലിയൊരു പാഷനാണ് ആക്ച്വലി. കാരണം വളരെയധികം പാഷൻ ഒട്ടക്കിട്ടാണ് ഈ സിനിമയിൽ കുറേ നാളുകൾ വിൽക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാനൊക്കെ ആ സിനിമ വന്നപ്പോൾ നമുക്കൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു സിനിമ. അപ്പോൾ അതുകൊണ്ടിട്ട് സിനിമകളിങ്ങനെ വന്നിട്ടേ നല്ലതും മോശമായിട്ടുള്ള സിനിമകളെല്ലാം ഇങ്ങനെ വരും. അപ്പോൾ നമുക്കൊരു വലിയ പാഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഇൻഡസ്ട്രിയെ നീക്കാനായി പറ്റുകയുള്ളൂ. അപ്പോൾ ഞാൻ നിർമ്മാണ സംഘടനയിലെ ഒരു സെക്രട്ടറി കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെൽക്കം ചെയ്യാണ്. ഇച്ചിരി എന്നെ ഈ ചെറിയ ഡയറക്ടർ അഭിലാഷ് പേര് സിനിമ എടുക്കുമ്പോഴും എൻ്റെ ക്യാപ്റ്റൻ ഓഫ് ദ സിത്ത് എന്ന് പറയുന്ന എൻ്റെ ഡയറക്ടർ ആണ്. അപ്പം അഭിലാഷിനും എല്ലാവിധ ആശംസകളും ഈ സിനിമയുടെ മുന്നിൽ ഉപഹെല്ലും പ്രവർത്തിച്ച എല്ലാവർക്കും ആശംസ ഒരിക്കൽ കൂടി നേരിടും. നമസ്കാരം. പിന്നെ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് നൂറെ പപ്പയുടെ. എനിക്ക് എൻ്റെ ബാലപാഠങ്ങളൊക്കെ പഠിപ്പിച്ച് തന്ന ദീപൻ സാറില്ല. പുള്ളിക്ക് പകരം പുള്ളിയുടെ അതേ സ്ഥാനത്ത് തന്നെയാണ് ഞാൻ പുള്ളിനെ കാണുന്നത്. പിന്നെ വിപിനൊക്കെ ഞാൻ പണ്ട് സാറിനുള്ള സമയത്തുള്ള പരിചയമാണ്. അപ്പോൾ ഈ ഒരു അജ്ബേരെ കുറിച്ച് അന്നത്തെ ഈ ചെറിയ സംരംഭം കൂടി അത്. താങ്ക് യു. Starlight Entertainment. സ്റ്റാർലൈറ്റ് എൻ്റർടൈൻമെൻറ്റ് ലോഗോ രവി കൂടിയാണ് അപ്പോൾ ഇപ്പോൾ സാക്ഷി വഹിക്കാൻ പോകുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായിരുന്ന ദീപൻ്റെ കൂടെയാണ് ഞാൻ അഭിലാഷ് ആൻ്റെയായിട്ട് പരിചയപ്പെടുന്നത്. ഒരുപാട് വർഷങ്ങളായി. തൊട്ട് ഇന്ന് വരെ ആ സൗഹൃദത്തിന്, ആ സ്നേഹത്തിന് ഒരു തടസ്സമില്ലാതെ മുന്നോട്ട് പോയിരുന്നു. അഭിലാഷിൻ്റെ ഒരുപാട് വർഷത്തെ പാഷൻ, കഠിനാധ്വാനം, സിനിമയോടുള്ള ഇഷ്ടം ഇതെല്ലാം കൂടെ പൂർത്തീകരിക്കുന്ന ഒരു അവസരമാണിത്. ഇതിന് ട്രെയിലർ നമ്മൾ കണ്ടു, സോങ് നമ്മൾ കണ്ടു. തീർച്ചയായും മരൂബി എന്ന സിനിമ അഭിലാഷിൻ്റെയും പ്രദീപ് ദാസിൻ്റെയും ഇത്ര വർഷത്തെ ഈ കഠിനാധ്വാനം ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് എത്തട്ടെ. മലയാള സിനിമ ചരിത്രം മാറ്റിപ്പൊറിക്കുന്ന മുമ്പിയ വിജയമായി മാറട്ടെ എന്ന് സ്നേഹപൂർവ്വം ഇവപൂർവ്വം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ വെഡിങ് ആനിവേഴ്സറി കൂടിയാണ് പറഞ്ഞു. അതൊക്കെ ഇവിടെ പറയേണ്ട കാര്യമില്ല. ആണ് ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആണ്. ഇത് കഴിഞ്ഞിട്ട് പോയിട്ട് കേക്ക് കട്ട് ചെയ്യണം. അതുകൊണ്ട് നല്ല ദിവസമാണ് ഇന്നത്തെ ദിവസം. എന്തായാലും വളരെ വളരെ സന്തോഷം. പുതിയൊരു സിനിമയുടെ ലോഞ്ചാണെന്നൊന്ന് കണ്ടത്. അത് ഞാൻ ഇത്തിരി വൈകിട്ടാണ് ഷൂട്ട് ഇപ്പോഴും കഴിഞ്ഞിട്ട് ഓടി വന്നിരുന്നു. അപ്പോൾ കണ്ടത് നല്ലതായിരുന്നു. നല്ല സൗണ്ട് എഫക്ട്സും നല്ല രീതിയിലൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഗംഭീരമാവട്ടെ. അതുപോലെ തന്നെ അഭിലാഷ് ഏട്ടനും നമ്മുടെ പ്രദീപ് ഏട്ടനും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഗംഭീരമാവട്ടെ. സിനിമകൾ ഉണ്ടായാലാണ് നമുക്ക് എല്ലാവർക്കും നല്ലത്. അതുകൊണ്ട് സിനിമകൾ ഇനിയും സംഭവിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. പിന്നെ ഇപ്പം നമ്മുടെ എല്ലാ പ്രോഗ്രാംസും ഏകദേശം ആയിക്കഴിഞ്ഞു.
ഇനി എൻ്റെ കൂടെ വളരെ കഷ്ടപ്പെട്ട് ഈ സിനിമയിൽ വർക്ക് ചെയ്തിരിക്കുന്ന ആൾക്കാരെയാണ് നമുക്ക് ഇതിനകത്ത് സംബന്ധിച്ചിട്ടുള്ളത്. എൻ്റെ ടീംസ് പ്ലീസ് കം ടു ദ സ്റ്റേജ്. ഈ സിനിമയിൽ അരൂപിൽ വർക്ക് ചെയ്തിരിക്കുന്ന എല്ലാവരും ഈ സ്റ്റേജിലേക്ക് വരണം. ഓരോരുത്തരെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പ്ലീസ് കം. എല്ലാവരും വന്നോളൂ, വർക്ക് ചെയ്ത് എല്ലാവരും വന്നോളൂ. പേരെടുത്ത് പറയണ ഒരുപാട് നേരം പിടിക്കും, അതുകൊണ്ടാണ്. പ്ലീസ് കം. ഒരുപാട് പേര് വർക്ക് ചെയ്തിട്ടുണ്ട്. 4-5 ഷെഡ്യൂളായിട്ട് വർക്ക് ചെയ്ത് തരാത്ത ഒരുപാട് പേര് വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അഭിനയിച്ചവരും എല്ലാവരും വരുള്ളൂ ഈ സിനിമയിൽ. നമുക്കൊരു ഫോട്ടോ എടുത്തിട്ട് ബാക്കിയുള്ള ആൾക്കാരെ നമുക്ക് വിളിക്കേണ്ടതാണ്. പ്ലീസ് കം. വിചേട്ടൻ എവിടെ? വിചേട്ടൻ It has been very warm and welcoming to be in Kerala and to work with this amazing team. Well, I'm glad to. I've been waiting for everybody, so let's see. Thank you so much, guys. Thank you so much. Sapri, is it top to some Malayalam? So, how is it? How's learning Malayalam? And share something you learned in Malayalam. Oh, well, I love to learn languages, and Malayalam has always been into my mind since I'm from Bangalore, and a lot of people from Kerala work in Bangalore, right, in this industry especially. So mostly whenever I've seen people behind the camera are always mostly. So I love Malayalam.